അങ്ങനെ നമ്മൾ ദാണ്ടെ ഈ കാണുന്നിടത്ത് നമ്മൾ ടാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം പഴയൊരു കണക്ഷനാണ്. ഇത് നല്ല പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. അവിടെ ഇപ്പോൾ ഒരു ഔട്ട് സൈഡ് ഒരു ടാപ്പ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ടാപ്പ് സെറ്റാക്കാൻ വേണമെങ്കിൽ ടാപ്പ് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളൊരു സംഭവം കണ്ടത്. ഇത് ഔട്ട് ലൈൻ ഇറങ്ങി വരുന്ന ലൈനാണ്. ഈ സാധനം കണ്ട നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കണ്ട 245 ഇട്ടിട്ടാണ് നേരെ തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് പോകുന്നത്. കാരണം പഴയ പൈപ്പിൽ നിന്നാണ് കണക്ഷൻ അങ്ങോട്ട് പോകുന്നത്. കാരണം അങ്ങ് ഫ്രണ്ട് സൈഡിൽ ഒരു ടാപ്പ് പോകുന്നതിൻ്റെ ലൈനാണത്. അതുകൊണ്ട് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. സംഭവം എന്തായാലും ഇവർ ചെയ്തേക്കുന്നത് കൊള്ളാം. കാരണം ഇത് മൂന്ന് സ്റ്റെപ്പാണ് ഇവിടെ വരുന്നത്. അത് നല്ല ഹൈറ്റുള്ള സ്റ്റെപ്പാണ് വരുന്നത്. അപ്പം അതിൽ നിന്ന് തുണ്ടുവായ്പകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ലെവലായിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതേപോലെ ആ കട്ടളയുടെ സൈഡിൽ കൂടെ തന്നെ നേരെ പൈപ്പിട്ടിട്ട് സിമെൻ്റ് ഇട്ട് കവർ ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഒറ്റ സ്റ്റെപ്പായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അതിനനുസരിച്ച് പൈപ്പുകൾക്ക് ഒടിവോ കാര്യങ്ങളോ ഒന്നും വരാതെ ഡയറക്റ്റായിട്ട് പൈപ്പ് പോവുകയും ചെയ്യും. എന്നാൽ ഇത്രയും വലിയ 3 സ്റ്റെപ്പുകളാണ് നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പുകളുടെ ഇടയിൽ കൂടെ എൽബോ ഇട്ട് തിരിച്ച് അങ്ങോട്ട് പീസ് ഇട്ട് വീണ്ടും തിരിച്ചിട്ടൊക്കെ വേണം കൊണ്ടുപോകാൻ. അവരത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് തന്നെയാണ്. എന്തായാലും സംഭവം എന്തായാലും കിടുവാണ്. കാരണം ആർക്കും ഒരു ദോഷം വരാത്ത രീതിയിൽ തന്നെയാണ് അവരതുകൊണ്ട് ചെയ്ത് വിട്ടേക്കുന്നത്.